അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ ഒരു കൊലപാതകയുണ്ട്. ആ കൊലപാതകയ്ക്ക് പിന്നിൽ ആരാണ്, ആരുടെ കറുത്ത കരങ്ങളാണ് എന്നതിനെ കുറിച്ച് നല്ല ഗൂഢാലോചന രൂപപ്പെട്ടിട്ടുണ്ട്. ചിലർ പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള CK-യുടെ ഒരു സ്ഥാനം മറ്റു മുതിർന്ന നേതാക്കളെ അസ്വസ്ഥരാക്കി. ഇനി അവരാണോ ഇതിന് പിന്നിൽ? ഫെമിനിസ്റ്റ് ലോബിയാണോ? സാത്താൻ വർഷിപ്പേഴ്സ് ആണോ ഇതിന് പിന്നിൽ? അറിയില്ല. സിന്തറ്റിക് ലഹരി മദ്യ മാഫിയാണോ? ഇവരെന്തിനാണോ അതോ തീരാതെ സയൻസ് ഗ്രൂപ്പാണ് ഈ കൊലപാതകയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പലരും സംശയിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പബ്ലിക്കന്മാർക്ക് ഒരു ഭരണം കിട്ടുമെന്ന് പേടിച്ച് ഡെമോക്രാറ്റുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ ആൾക്കാർ സംശയിക്കുന്നുണ്ട്. CK ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള അമേരിക്കയിലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നും ഏറെക്കുറെ പേർ സംശയിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും 1000 CK-മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് നിത്യതയിലേക്ക് പോയി. വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള CK ഒരു പാഠവും ഒരു തരംഗവുമായി മാറിക്കഴിഞ്ഞിരുന്നു. അസാന്മാർഗീയ ജീവിതത്തിലേക്കും അസന്തുഷ്ടിയിലേക്കും വഴുതിപ്പോയ അമേരിക്കൻ യുവജനതയെ കൈപിടിച്ച് ഉത്കൃഷ്ടമായ ജീവിത ശൈലിയിലേക്ക് നയിച്ച CK അമേരിക്കയുടെ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗുരു എന്ന് തന്നെ പറയാം. അമേരിക്കയിലെ ലൈംഗിക സാമൂഹിക ജീർണതയെ ചുട്ടു ചാമ്പലാക്കുക എന്ന ജന്മനിയോഗമായി വന്ന ഒരു കനൽക്കട്ടയായിരുന്നു CK. അതൊരു ജോലിയായി മാറി മരണശേഷം ഒരു കാട്ടുതീയായി ലോകം മുഴുവൻ വ്യാപിക്കുന്നു. 1000 CK-മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും മറയപ്പെട്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ജീവിച്ചിരുന്ന ചാർലിയേക്കാൾ അത്യന്തം ശക്തനായ കൊടുങ്കാറ്റാണ് മരിച്ചുപോയ ചാർലി. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ലില്ലി